കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി വലിയ വാർത്തയായിരുന്നു. ബംഗളൂരിൽ ഫക്കീർഖാൻ കോളനി, വസീഫ് ലേഔട്ട് എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് വീടുകളാണ് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. ഈ ദാരുണമായ കാഴ്ചകൾ നേരിൽ കാണാനും ഇരകളായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുമാണ് AR റഹീം MP അവിടെ എത്തിയത്. എന്നാൽ അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിലെ ഇംഗ്ലീഷ് വ്യാകരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വിഷയത്തിന്റെ ഗൗരവത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി. കർണാടകയിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെയും ദളിതുകളെയും ലക്ഷ്യം വെച്ചാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നതെന്ന് റഹീം ആരോപിക്കുന്നു. വെറും 3 മണിക്കൂർ കൊണ്ടാണ് 180-ലേറെ വീടുകൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്തത്. വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ്, പുനരധിവാസ പദ്ധതിയോ നൽകാതെയായിരുന്നു ഈ ക്രൂരത. 1000-ഓളം വരുന്ന മനുഷ്യർ തെരുവിലായ ഈ സംഭവത്തെ ഭരണകൂട ഭീകരത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് സർക്കാരിന്റെ ഈ നടപടി BJPയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാഷ്ട്രീയത്തിന് തുല്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ സ്ഥലത്ത് വെച്ച് വിദേശ മാധ്യമങ്ങളോടും ഇതര സംസ്ഥാന മാധ്യമങ്ങളോടും സംസാരിക്കുമ്പോഴാണ് റഹീമിന്റെ ഇംഗ്ലീഷിൽ ചില പിഴവുകൾ സംഭവിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അദ്ദേഹത്തെ ക്രൂരമായി പരിഹസിക്കാൻ തുടങ്ങി. ഒരു രാജ്യസഭ MPക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന ചോദ്യം ഉയർത്തി രാഷ്ട്രീയ എതിരാളികൾ ഇത് ആഘോഷമാക്കി. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശകർക്ക് ചുട്ട മറുപടിയാണ് റഹീം നൽകിയത്. അദ്ദേഹത്തിന്റെ മറുപടിയിലെ പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു. മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരേ ഒരു ഭാഷയേ ഉള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ നിലപാട്. ഒരു വീട് തകർക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന തിരിച്ചറിയാൻ ഇംഗ്ലീഷ് ഗ്രാമർ അറിയേണ്ടതില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തനിക്ക് ഇംഗ്ലീഷിൽ പരിമിതികൾ ഉണ്ടെന്ന് ഒരു ലജ്ജയുമില്ലാതെ അദ്ദേഹം സമ്മതിച്ചു. തന്റെ ഭാഷ ഇനിയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നും എന്നാൽ പാവപ്പെട്ടവരുടെ അടുത്തെത്താൻ അതൊരു തടസ്സമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള ഇംഗ്ലീഷും മറ്റു ഭാഷകളും സംസാരിക്കുന്ന പല പ്രമുഖരും രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ ബുൾഡോസറുകൾ ജീവിതം തകർത്ത ഈ സാധാരണക്കാരുടെ അരികിൽ അവരെ ഒന്നും കണ്ടില്ലെന്നും റഹീം തിരിച്ചടിച്ചു. പരിഹസിക്കുന്നവർ ആ പാവപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ സന്ദർശനത്തിലൂടെ ലോകം ഈ ദുരന്തം അറിഞ്ഞുവെന്നും ഇരകളുടെ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഭരണകൂടം നിർബന്ധിതരായിരിക്കുന്നുവെന്നും റഹീം അവകാശപ്പെടുന്നു. റഹീമിന്റെ ഭാഷയെ ട്രോളുന്നതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ടെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രതിക്കൂട്ടിലായ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റഹീമിന്റെ ഭാഷ ആയുധമാക്കുകയാണ് എതിരാളികൾ ചെയ്തത്. എന്നാൽ തന്റെ കുറവുകളെ അഭിമാനത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പ്രതിരോധത്തെ അദ്ദേഹം തകർത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവിനെ ഒരു പ്രത്യേക പദവിയായി കാണുന്ന പ്രവണതയുണ്ട്. എന്നാൽ പ്രീ യൂണിവേഴ്സിറ്റി തലം വരെ മാതൃഭാഷയിൽ പഠിച്ചും കഷ്ടപ്പെട്ടും ഉയർന്നു വന്ന സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇംഗ്ലീഷിലെ വ്യാകരണം ഒരു വലിയ വെല്ലുവിളിയാകാം. അത്തരം പരിമിതികളെ പരിഹസിക്കുന്നത് ഒരുതരം എലിറ്റിസം ആണെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ റഹീമിനെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. പ്രസംഗത്തിലെ ഗ്രാമറിനേക്കാൾ പ്രധാനം പ്രവൃത്തിയിലെ ഗ്രാമർ ആണെന്ന് അവർ വാദിക്കുന്നു. റഹീം നടത്തിയ ഈ ഇടപെടൽ ഏതാനും ട്രോളുകളിൽ അവസാനിക്കുന്ന ഒന്നല്ല. ഇത് ഉയർത്തുന്ന ചില ഗൗരവകരമായ ചോദ്യങ്ങളുമുണ്ട്. ഒരു സംസ്ഥാന സർക്കാർ അനധികൃതമെന്ന് പറഞ്ഞ് കുടിയൊഴിപ്പിക്കുമ്പോൾ ആ മനുഷ്യരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ? വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് പകരം സംവിധാനം ഒരുക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ? മാതൃഭാഷയിൽ പഠിച്ചു വളരുന്ന പൊതുപ്രവർത്തകർക്ക് ആഗോളതലത്തിൽ ആശയവിനിമയം നടത്താൻ ആവശ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ? റഹീമിന്റെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് വന്ന പല ചർച്ചകളും. തന്റെ ഇംഗ്ലീഷ് ഭാഷയെ പരിഹസിച്ചവർക്ക് മുൻപിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെയോ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെരുവിലിറങ്ങേണ്ടി വന്ന ഒരു വയോധികന്റെയോ സങ്കടം വലുതാണെന്ന് അദ്ദേഹം തെളിയിച്ചു. രാഷ്ട്രീയത്തിൽ വാക്കുകളുടെ കൃത്യതയേക്കാൾ ഹൃദയത്തിന്റെ ശുദ്ധിക്കാണ് പ്രാധാന്യമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ട്രോളുകളിലൂടെ ഒരാളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ദൗത്യം വിജയിച്ചു എന്നതാണ് വസ്തുത. ഇത് ഈ കോളനിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ശബ്ദം മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് റഹീം എന്ന ജനപ്രതിനിധിയുടെ പങ്ക് തള്ളിക്കളയാനാവില്ല. ഭാഷാ പരിമിതികൾ ഉള്ളവരും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങണമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്.